സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ മുൻ സർക്കാരിനെയും ബഹിരാഷ്ട്ര കമ്പനികൾ സമീപിച്ചു. നികുതി ഘടനയിൽ തീരുമാനമാകാത്തതിനാൽ ഉൽപ്പാദനം തുടങ്ങിയില്ല. ഈ സർക്കാർ നികുതി ഇളവ് ഏർപ്പെടുത്തിയത് ബെക്കാഡി ഇന്ത്യ ലിമിറ്റഡിന് വേണ്ടിയെന്ന് പ്രതിപക്ഷം. എക്സൈസ് വകുപ്പ് അറിയാതെ എടുത്ത തീരുമാനത്തിൽ കോൺഗ്രസിലും ശക്തമായ എതിർപ്പ്. PM ശ്രീ വിവാദം നിയമസഭയിലേക്ക്. സഭയെ പ്രക്ഷുബ്ധമാക്കാൻ പ്രതിപക്ഷം. PM ശ്രീക്ക് അനുകൂല നിലപാടെടുക്കാൻ ലീഗിനു കഴിയില്ലെന്ന് ഫാത്തിമ തെഹലിയ MLA. ഞങ്ങളുടെ പാർട്ടി അന്നെടുത്ത നിലപാടുണ്ട്. PM ശ്രീക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ആ രൂപത്തിൽ അന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇന്നും മറുപടി പറയുന്നു. അമ്മയിൽ ഗുരുതര ആരോപണങ്ങളുമായി താരങ്ങൾ നേർക്കുനേർ. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ രാജിപ്രഖ്യാപനം നടത്തി ലക്ഷ്യപ്രിയ ശതമേനോൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കു സാധ്യത. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ പോലീസ്. കല്ലറയിൽ നിന്ന് ലഭിച്ചത് കാണാതായ ജോസ് കറിയുടെ മൃതദേഹമെന്ന് സംശയിച്ച കുടുംബം. ജോസിന് തിരോധാനത്തിൽ 7 വർഷം മുൻപ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. കല്ലറയിലെ പായിൽ പൊതിഞ്ഞ വസ്തു പരിശോധിക്കണമെന്ന് പള്ളി വികാരിയും ഇടവക അംഗങ്ങളും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ചൈനീസ് വിദേശകാര്യമന്ത്രിയും പങ്കെടുക്കും. പുത്തൻ സാങ്കേതികവിദ്യയും തീവ്രവാദ ഭീഷണിയും ചർച്ച ചെയ്യാൻ നേതാക്കൾ. ലോകകപ്പിൽ വീണ്ടും കേപ്പ് വെർഡയുടെ വിസ്മയം. യുറുഗ്വേക്കെതിരെ 2 ഗോൾ അടിച്ച് സമനില. സൗദിയെ മറുപടിയില്ലാത്ത 4 ഗോളിന് തകർത്ത് സ്പെയിൻ. ബെൽജിയം ഇറാൻ പോരാട്ടവും സമനിലയിൽ. 2ാം ജയം തേടി അർജന്റീന ഇന്നിറങ്ങും.